ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്ന് അറിയിച്ച കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വരെ രാഹുലിന്റെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടയുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ജാമ്യം തേടി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇന്ന് ഈ കേസ് കോടതിയിലേക്ക് വരുമ്പോഴെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. ഇന്ന് വരെ അറസ്റ്റ് കോടതി വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘത്തോട് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് കോടതി കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ ആവശ്യപ്പെട്ടത്. ഇന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമോ? ഇന്ന് ഈ ഹർജിയിൽ ഒരു അന്തിമ തീരുമാനം വരാനുള്ള സാധ്യതയുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ തവണ പരിഗണിച്ച വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തലുകൾ, പോലീസിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതി തേടുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കാം എന്നും കോടതി നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ, പ്രോസിക്യൂഷന് പറയാനുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ന് കോടതി കേൾക്കുക. സ്വാഭാവികമായും പ്രതിഭാഗത്തിൻ്റെയും വാദം കോടതി കേൾക്കും, പോലീസിൻ്റെ റിപ്പോർട്ടും പരിശോധിക്കും. അതിനുശേഷമാവും ഒരു തീരുമാനത്തിലേക്ക് പോവുക. ഇന്ന് തന്നെ അന്തിമ തീരുമാനം പറയുമോ എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ പറയാനാവില്ല. അത് കോടതിയുടെ ഒരു തീരുമാനം പോലെ ഇരിക്കും. വളരെ വിശദമായ വാദം കേൾക്കാൻ ഇന്ന് സമയമുണ്ടായെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തന്നെ പറഞ്ഞേക്കാം. അതല്ലെങ്കിൽ തുടർവാദത്തിനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയേക്കാം. ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിനു മുമ്പ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ വന്നത് കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു. ഡിസംബർ 6-നാണ് പരിഗണിച്ചത്. അന്ന് പരിഗണിച്ച വേളയിലാണ് കോടതി റിപ്പോർട്ട് തേടുകയും വിശദമായ വാദം കേൾക്കാമെന്ന് അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇന്ന് പരിഗണിക്കാം, ഡിസംബർ 15-ന് പരിഗണിക്കാം എന്നന്ന് കോടതി അറിയിച്ച സാഹചര്യത്തിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ അതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് തടയാൻ അനുവദിക്കണം എന്നൊരു അഭ്യർത്ഥന രാഹുലിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. അത് കോടതി അംഗീകരിച്ച് താൽക്കാലത്തേക്ക് രാഹുലിൻ്റെ അറസ്റ്റ് തടയുകയും ചെയ്തു. അതൊരു സ്വാഭാവിക നടപടിയാണ്. രാഹുലിനെ സംബന്ധിച്ച് ഒരാഴ്ചക്കാലം അറസ്റ്റ് ഉണ്ടാകില്ല എന്നൊരാശ്വാസം മാത്രമേ അതിൽ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇന്ന് വിശദമായ വാദം കേൾക്കാം എന്ന് തന്നെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ച് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നത് താൻ തെറ്റുകാരനല്ല, തനിക്കെതിരെ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ഇത് തനിക്ക് തെളിവ് നൽകാനുള്ളൊരു സാവകാശം നൽകണം, അത് സാധൂകരിക്കാനായില്ലെങ്കിൽ, ഇനി തൻ്റെ ഭാഗം സാധൂകരിക്കാനായില്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണ്, തന്നെ കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അഡ്വക്കേറ്റ് എസ് രാജീവ് മുഖേന സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. സ്വാഭാവികമായും ഇതിനെ വളരെ ശക്തമായി സർക്കാർ എതിർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തലനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ തന്നെ രാഹുൽ കുറ്റക്കാരനാണ് എന്നതായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ഒക്കെ ചെയ്തതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അത് കോടതി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതേ തുടർന്നാണ് രാഹുലിന് ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം വന്നത്. ഇനി എന്താണ് ഹൈക്കോടതിയിൽ രാഹുൽ കൂടുതലായി മുൻകൂർ ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ട് കൂടുതലായി പറയാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം സർക്കാരിൻ്റെ ഈ പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് എന്താണ് എന്നുള്ളതും രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഒരു കാരണവശാലും ജാമ്യം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് കോടതി വിലയിരുത്തുന്നതെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയും. കാരണം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പറഞ്ഞതനുസരിച്ച് രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയുള്ള വാദം കോടതി അംഗീകരിക്കാനുണ്ടായത്. അത് ഹൈക്കോടതിയിലെത്തുമ്പോൾ എന്താണ് എന്നുള്ളതാണ് പ്രധാനം. ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് 342-ാമത്തെ ഇനമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഒരു പക്ഷേ ഉച്ച കഴിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് എസ് രാജീവ് ആയതുകൊണ്ട് മുതിർന്ന അഭിഭാഷകൻ നേരിട്ട് ഹാജരായാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അഭ്യർത്ഥിക്കുകയും കോടതി അത് പരിഗണിക്കുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ രാവിലെ തന്നെ ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിൽ വന്നേക്കാം. ഏതായാലും 10:15-ന് ശേഷം എങ്ങനെയാണ് കോടതി ലിസ്റ്റ് ചെയ്തു പോകുന്നത്, ആ ക്രമത്തിലനുസരിച്ചാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ വ്യക്തമാവും. മനു, തീർച്ചയായും ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണനയിൽ വരുന്ന ദിവസം കൂടിയാണ്. സ്വാഭാവികമായും അതിൽ ഇന്ന് വരെ അറസ്റ്റ് വിലക്കിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. നോക്കാം കോടതി എങ്ങനെയാണ് ആ വിഷയത്തെ പരിഗണിക്കുന്നതെന്നും എന്തൊക്കെയാണ് തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നതെന്നും. കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയം കൂടിയാണല്ലോ. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് കോടതി നടപടികൾ എങ്ങനെ വരുമെന്ന്.